നമസ്കാരം. കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ 208 വർഷത്തെ പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി കോട്ടയം പട്ടണത്തിന്റെ തിരക്കിൽ നിന്ന് മാറി മനോഹരമായ ചാലുകുന്നിന്റെ ഹൃദയഭാഗത്തായി നിലകൊള്ളുന്നു. അറിവ് പങ്കിടുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്കൂൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു. മധ്യകേരള മഹാ ഇടവകയിലെ മികച്ച ഹരിത വിദ്യാലയം, കോട്ടയം ജില്ലയിലെ മികച്ച ഹരിത വിദ്യാലയ പുരസ്കാരം നേടിയ സ്കൂൾ, കേന്ദ്ര ശുചിത്വ മിഷന്റെ സ്വച്ഛ ഭാരത പുരസ്കാരം, ഇവയൊക്കെ സ്കൂളിനെ തേടിയെത്തിയത് പരിസ്ഥിതി സൗഹാർദ്ദപരമായ സ്കൂളിന്റെ നല്ല മാതൃകകൾ കൊണ്ടാണ്. സ്കൂളിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രധാനമായും 5 രീതിയിലാണ് നടപ്പിലാക്കുന്നത്. മണ്ണ്, വായു, ജലം, ഊർജം, ജൈവസമ്പത്ത് ഇവയുടെ സംരക്ഷണം ലഭ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കാളികളാകുന്നു. മണ്ണ് സംരക്ഷണത്തിന്റെ ഭാഗമായി ജൈവ കൃഷിയെ ഈ വിദ്യാലയം പ്രോത്സാഹിപ്പിക്കുന്നു. സ്കൂളിൽ പ്രത്യേകമായി ഒരുക്കിയ 4 ഇടങ്ങളിലായി ജൈവ കൃഷി ചെയ്തു വരുന്നു. മണ്ണിന്റെ ഗുണമേന്മയ്ക്ക് അനുസരിച്ചും ജലലഭ്യതയ്ക്ക് അനുസരിച്ചും അനുയോജ്യമായ രീതിയിൽ മണ്ണിലും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും കൃഷി ചെയ്തു വരുന്നു. കോട്ടയം കൃഷിഭവന്റെ സഹായത്തോടെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഇനം പച്ചക്കറി തൈകൾ സ്കൂൾ തോട്ടത്തിൽ പരിപാലിക്കുന്നു. കുട്ടികളും അധ്യാപകരും അനധ്യാപകരും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. കൂടാതെ സ്കൂളിൽ നിന്നും പച്ചക്കറി വിത്തുകൾ ഹരിതം സുന്ദരം എന്റെ വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നൽകി വരുന്നു. കുട്ടികളിൽ മിക്ക പേരും വീടുകളിൽ കൃഷി ചെയ്യുകയും തങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ അനുഭവ സമ്പത്ത് കൃഷി കൂട്ടായ്മ ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത് മണ്ണിനോടും കൃഷിയോടും കാർഷിക സംസ്കാരത്തോടുമുള്ള അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കുട്ടികളുടെ കൃഷിത്തോട്ടങ്ങൾ അധ്യാപകർ സന്ദർശിക്കുകയും ചെയ്യുന്നത് സന്തോഷകരമാണ്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കുട്ടികളെ പ്രത്യേകം ആദരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി കഴിഞ്ഞ അധ്യയന വർഷത്തിലും കോട്ടയം ജില്ലയിലെ മികച്ച കുട്ടി കർഷകനായി ഈ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി നോഷിൻ ചെറിയാൻ രാജുവിനെ തിരഞ്ഞെടുത്തത് അഭിമാനകരമാണ്. ബഹുമാനപ്പെട്ട കോട്ടയം കളക്ടർ ശ്രീ ജോൺ പി സാമുവലിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുന്നതും വളരെ അഭിമാനമുള്ള നിമിഷമാണ്. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിന്റെ വിഭവങ്ങൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. കൂടാതെ ഒക്ടോബർ 16-ന് എല്ലാ വർഷവും സ്കൂളിൽ പ്രത്യേകമായി ഭക്ഷ്യമേള ക്രമീകരിക്കുന്നുമുണ്ട്. ഈ പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികൾക്കും ഒരു ആവേശകരമാണ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ചെയ്യുന്നത് മഴവെള്ള സംഭരണമാണ്. ലഭിക്കുന്ന മഴയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി സ്കൂൾ പരിസരത്ത് പലയിടങ്ങളിലായി മഴക്കുഴികൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മഴവെള്ള സംഭരണികൾ 3 ഇടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. അതികഠിനമായ വേനലിൽ പോലും ജലക്ഷാമം വരാതെ ഈ കരുതി വെക്കലിന്റെ പാഠം നമുക്ക് സഹായകരമാകുന്നു. കിണർ റീചാർജിനും ഇവിടെ ഫലപ്രദമാണ്. കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ഫിൽട്ടർ വാട്ടർ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായ സമയത്ത് കുട്ടികൾ കുടിവെള്ളം ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വാട്ടർ ബെൽ സംവിധാനം സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു. പ്രത്യേക ബെൽ മുഴക്കുന്ന സമയം കുട്ടികൾ ശുദ്ധജലം ഉപയോഗിക്കേണ്ടതാണ്. ആരോഗ്യകരമായ ജീവിതത്തിനും സുരക്ഷയ്ക്കും ഇത് സഹായകരമാണ്. വായു സംരക്ഷണം. വായു സംരക്ഷണത്തിന്റെ ഭാഗമായി മലിനീകരണത്തോത് കുറച്ച് ധാരാളം ശുദ്ധവായു ലഭ്യമാക്കുന്നതിനായി വർഷം തോറും ധാരാളം ഫലവൃക്ഷങ്ങളും സസ്യങ്ങളും നട്ടുപിടിപ്പിക്കുന്നു. സ്കൂൾ പരിസരത്ത് പ്രകൃത്യാ തന്നെ നല്ലൊരു ഹരിതാവരണം ഉണ്ട്. കൂടാതെ സംരക്ഷിത വനമായ വിദ്യാവനവും സ്കൂളിൽ സംരക്ഷിക്കപ്പെടുന്നു. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ 150ഓളം സസ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. കോട്ടയം നവജീവൻ ട്രസ്റ്റിന്റെ ഭാഗമായി ധാരാളം സസ്യങ്ങൾ സ്കൂളിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവയൊക്കെ നമ്മുടെ ശുദ്ധ വായു ലഭ്യത ഉറപ്പുവരുത്തുന്നതാണ്. കോട്ടയം നഗരത്തിന്റെ തിരക്കിന്റെ നടുവിലും കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ ആഗിരണം ചെയ്ത് നമ്മുടെ വൃക്ഷങ്ങൾ നമുക്ക് കരുതലാകുന്നു. മലിനീകരണത്തോത് കുറയ്ക്കുന്നതിനായി കാർബൺ ന്യൂട്രൽ സംവിധാനം സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ലവ് പ്ലാസ്റ്റിക് പദ്ധതിയാണ് സ്കൂൾ ഒരുക്കിയിട്ടുള്ളത്. ഡ്രൈ വേസ്റ്റ് കൃത്യമായി തരംതിരിക്കുന്നു. ജൈവ കമ്പോസ്റ്റ് വഴി സ്കൂളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ കൃത്യമായി തുമ്പൂർമൂഴി ജൈവമാലിന്യ പ്ലാന്റിലും ജൈവ കമ്പോസ്റ്റ് ബിന്നിലും നിക്ഷേപിക്കുന്നു. ഇത് നല്ല ജൈവ വളമായി കൃഷിക്ക് പ്രയോജനപ്പെടുത്തുന്നു. എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നുണ്ട്. കൊതുക് നിവാരണത്തിന്റെ ഭാഗമായി ചിരട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടയം മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് ഹരിത കേരള മിഷന്റെ ഭാഗമാകുന്നു. കൂടാതെ ക്ലാസ് മുറികളിൽ ജൈവ ബിന്നുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പരിസ്ഥിതി അവബോധം കുട്ടികളിൽ വളർത്താനായി ഈ പ്രവർത്തനങ്ങൾ സ്കൂളിനെ സഹായിക്കുന്നു. ഊർജ സംരക്ഷണം. ഊർജ സംരക്ഷണത്തിനായി കുട്ടികൾ ബോധവാന്മാരാണ്. ക്ലാസ് മുറികളിൽ LED ബൾബുകളാണ് ഉപയോഗിക്കുന്നത്.
ആവശ്യമില്ലാത്ത സമയത്ത് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അവബോധം അവർക്കുണ്ട്. വീടുകളിലും ഇതുപോലെ തന്നെ കുട്ടികൾ ശ്രദ്ധയോടെ വൈദ്യുതി സംരക്ഷിക്കുന്നു. കൂടാതെ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എനർജി എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രത്യേക ഫണ്ട് അനുവദിച്ച് സ്കൂളിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജക്ഷമമാക്കുവാൻ സാധിച്ചിട്ടുമുണ്ട്. സ്കൂൾ ക്യാമ്പസിൽ സോളാർ പാനലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സോളാർ എനർജി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഇതുവഴി സാധിക്കുന്നു. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും വിവിധ സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ജൈവ സംരക്ഷണം. ജൈവ സംരക്ഷണത്തിന്റെ ഭാഗമായി സംരക്ഷിത കുട്ടിവനം, വിദ്യാവനം, ശലഭ പാർക്ക്, വിവിധയിനം വാഴയിനങ്ങളെ സംരക്ഷിക്കുന്ന വാഴയ്ക്കൊരു കൂട്ട് പദ്ധതി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. സഹജീവികളെ കരുതുന്നതിനായി പൂവിനും പൂമ്പാറ്റയ്ക്കും പുഴുവിനും പറവയ്ക്കും അവകാശപ്പെട്ടതാണ് ഭൂമി എന്ന തിരിച്ചറിവോടുകൂടി പറവയ്ക്കൊരു തണ്ണീർക്കുടം എന്ന പദ്ധതി എല്ലാ വർഷവും സ്കൂളിൽ വേനൽക്കാലത്ത് നടപ്പിലാക്കി വരുന്നു. സ്കൂളിന്റെ വിവിധയിടങ്ങളിലായി തണ്ണീർക്കുടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ധാരാളം പക്ഷിമൃഗാദികൾ ഇതിൽ നിന്ന് ജലം സ്വീകരിക്കുന്നു. സാമൂഹിക ഇടപെടലിലൂടെയും സ്കൂളിന്റെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹരിതം സുന്ദരം എന്റെ നാട് എന്ന പദ്ധതിയിലൂടെ സ്കൂൾ തോട്ടത്തിൽ നിന്ന് ലഭിച്ച പച്ചക്കറി വിത്തുകൾ സമീപ പ്രദേശത്തെ വീടുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും എത്തിക്കുന്നു. ഇതിനായി കരുതി വെച്ചിരിക്കുന്ന നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് കൈമാറുന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും പൂർണ്ണ പങ്കാളിത്തം ഈ പ്രവർത്തനങ്ങളിലും ഉണ്ട്. ജൈവ വൈവിധ്യ സെമിനാർ, പ്രോജക്റ്റ് അവതരണങ്ങൾ എന്നിവ സ്കൂളിൽ നടത്തിവരുന്നു. പരിസ്ഥിതി സംബന്ധിയായ ദിനാചരണങ്ങൾ, മത്സരങ്ങൾ, പഠനയാത്രകൾ എന്നിവ കുട്ടികൾക്കായി ഒരുക്കുന്നുണ്ട്. അറിവ് നേടേണ്ടത് കണ്ടും കേട്ടും അറിഞ്ഞുമാണ്. അതിനായി അവർ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് വളരണം. ചുറ്റുപാടിനെ കരുതാനും സഹജീവികളെ കരുതാനും ഒരു വസുദൈവ കുടുംബം എന്ന പോലെ സകല ചരാചരങ്ങളെ മാനിക്കാനും നേരറിവിന്റെ നല്ല പാഠമൊരുക്കി ഞങ്ങളിവിടെ വരും തലമുറയ്ക്കായി കരുതി കാവലാളായി നിലകൊള്ളും. നന്ദി.